നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 കല്യാണം കഴിച്ചിട്ടുണ്ട്. നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ സഫിയത്തും മൈമുനത്തും വാ റംല ഹിന്ദും വ സൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. അതാണ് നബിതങ്ങൾ വഫാത്താകുന്ന സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന 9 ഭാര്യമാർ. മരണപ്പെട്ട ഭാര്യ ഒന്ന് ഖദീജ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വിവാഹം കഴിച്ചത് ഖദീജ ബീവിയെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം എന്ന ആൺകുട്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മക്കളുണ്ടായതും ഖദീജ ബീവിയിലാണ്. നബി തങ്ങൾക്ക് 9 മക്കളുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഇബ്രാഹിം എന്ന പേരായ ഒരു ആൺകുട്ടിയാണ്. വേറെ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയുണ്ട്, അത് ഖദീജ ബീവിക്ക് ഉണ്ടായതാണ്. നേരത്തെ തന്നെ വഫാത്തായിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഒരു കുട്ടി മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യം ഒരാളെ കെട്ടി, ആ വഫാത്തായതിൻ്റെ ശേഷം 2ാമത്തെ മോളെയും കെട്ടി. ഇനി എനിക്കൊരു മോളും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാൻ തന്നെയാണ് കെട്ടിച്ചു കൊടുക്കുന്നത് 2ാമത്തെ മോള് മരിച്ചപ്പോൾ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് തുടങ്ങാം നമുക്ക് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ പ്രബോധനം ആരംഭിച്ചപ്പോൾ അബൂലഹബിന്റെ 2 മക്കളായ, എനിക്ക് വേണ്ടിയല്ല, ആയാതി പരിപാടിയൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ പറയും, ഇവലിങ്ങനെ നോക്കണം. ഒറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ, മുന്നിലുള്ള ആൾക്കാർ ഇന്നെങ്ങനെ നോക്കണം എന്നാൽ ഞാൻ ഇങ്ങനെ പറയും. വേറെ ഒരു നിബന്ധനയില്ല. ഫാൻ വേണ്ട, ടീപ്പോയി വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട, നോട്ടം മാത്രം. നോട്ടം നിർത്തിയോ വയത് നിൽക്കും. പിന്നെ പാട്ടൊക്കെ പാടും, അതിന് നോക്കണം എന്നൊന്നുമില്ല. അത് നിങ്ങൾ നോക്കിയില്ലെങ്കിലും പാടും ഞാൻ. പക്ഷെ വയത് പറയണമെങ്കിൽ നോക്കൽ നിർബന്ധമാണ്, മറ്റൊരു നിബന്ധനയില്ല. നോക്കുക എന്നുള്ള നിബന്ധന മാത്രം. ഈ മുന്നിലുള്ള ആൾക്കാരിങ്ങനെ ഒരാൾ നോക്കേണ്ടത്. പിന്നെ അവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്, ഓല എന്തായാലും നോക്കും. ഒരു പറഞ്ഞില്ലെങ്കിലും ഒരു നോട്ടം ഏറിയ കുഴപ്പമുണ്ടാവുള്ളൂ, കുറഞ്ഞ കുഴപ്പമുണ്ടാവില്ല. ഈ ആണുങ്ങൾ ഇങ്ങോട്ട് നോക്കി കിട്ടണം, അതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ 2 മക്കളെ, അബൂലഹബിന്റെ 2 മക്കൾ ഉത്തുബത്തും ഉത്തൈബത്തും അവരാണ് കല്യാണം കഴിച്ചിരുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനീ പ്രബോധനം ആരംഭിച്ചപ്പോൾ ദേഷ്യം വന്ന അബൂലഹബ് തൻ്റെ മക്കളായ ഉത്തുബത്തിനോടും ഉത്തൈബത്തിനോടും മരുമക്കളെ വിവാഹമോചനം നടത്താൻ വേണ്ടി നിർദ്ദേശിച്ചു. അങ്ങനെ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരേ ദിവസം 2 മക്കൾ വിവാഹമോചിതരായി കടന്നു വന്നു. റുഖിയ്യ, ഉമ്മു കുൽസൂം എന്നാണ് അവരുടെ പേര്. അതിൽ റുഖിയ്യ ബീവിയ ആദ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ബദർ യുദ്ധത്തിന് വേണ്ടി എല്ലാവരും പോയ സമയത്ത് റുഖിയ്യ ബീവി രോഗിയായിരുന്നതിനാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ബദർ കഴിഞ്ഞ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മടങ്ങിയപ്പോൾ അവർ മക്കയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ റുഖിയ്യ ബീവി മരണപ്പെട്ടിരുന്നു. പിന്നീട് ഉമ്മു കുൽസൂമിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ജുമഅക്ക് ഖത്തീബ് ഖുതുബ ഓതുമ്പോൾ ദുന്നൂറൈനി ഉസ്മാൻ, 100 പ്രകാശം, ദുന്നൂർ പ്രകാശമുള്ള ആൾ, ദുന്നൂറൈനി 2 പ്രകാശമുള്ള ആള്. ആ 2 പ്രകാശം മുത്തുനബിയുടെ 2 മക്കളാണ്. ഒന്ന് റുഖിയ്യയും മറ്റൊന്ന് ഉമ്മു കുൽസൂമുമാണ്. അധികകാലം കഴിഞ്ഞില്ല, ഉമ്മു കുൽസൂമും മരണപ്പെട്ടു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി എനിക്ക് ഒരു മകളെ കൂടി കെട്ടിക്കാനുണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാന് തന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. പെൺകുട്ടികൾക്ക് പുതിയാപ്പിളനെ തരുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതിരത്തെ പുതിയാപ്പിളനെ തരാം. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു പെൺകുട്ടി 2 കെട്ടിച്ചു കൊടുത്തു, 2 മരണപ്പെട്ടു, ഇനി ഒരാളും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഉസ്മാനുള്ള തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതിരത്തെ പുതിയാപ്പിള. എന്താ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത? ഒന്ന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ സമാധാനപ്രിയനായിരുന്നു എന്നതാണ്.
എല്ലാ കാര്യം മഹാനവറുകൾ ചെയ്യും, ആലോചിച്ച് ആക്കത്തിനെ ചെയ്യുള്ളൂ, എടുത്തു ചാടൂല. അതാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒരു പ്രത്യേകത. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് കൂഫയിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണറുടെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. കൂഫക്കാര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലെ ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാറ്റൊക്കെ ചെയ്യുക, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചൊന്ന് സംസാരിച്ചിട്ട് സാവകാശം മാറ്റാറുണ്ട്. കൂഫക്കാര് വന്നിരുന്ന ആൾക്കാർ പറഞ്ഞു, സാവകാശമൊന്നുമില്ല, ഞങ്ങളെല്ലാം അന്വേഷിച്ചിട്ടാണ് വരുന്നത്, ഇപ്പം തന്നെ മാറ്റണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പം ഏതായാലും മാറ്റൂല, കുറ്റാരോപിതനായ ആളെ വിചാരണ ചെയ്യാതെ തീരുമാനമെടുക്കാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞു, ആ ഒന്നും നടക്കൂല, ഇപ്പം തന്നെ മാറ്റണം, അല്ലെങ്കിൽ ജനറൽ ബോഡി നടക്കാനായക്കൂല. അങ്ങനെ ആകെ പ്രശ്നമായി. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടുതടങ്കലിലാക്കുകയും ശത്രുക്കൾ വീട് വളയുകയും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യാനുണ്ടായ കാരണം മഹാനവറുകളുടെ ഈ സമാധാനപ്രിയമാണ്. ആക്കത്തിനെ തീരുമാനമുള്ളൂ, സാവകാശം നടപ്പിൽ വരുത്തുള്ളൂ, ഒക്കെ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നതാണ് മഹാനവറുകളുടെ പ്രത്യേകത. അങ്ങനെ ഈറ പിടിച്ചാത്ത മനുഷ്യന്മാരെ കൊണ്ട് കുട്ടികളെ കെട്ടിക്കുക. ചുരുക്കം പറഞ്ഞാൽ അതിന് ആദ്യം എന്താണ്, നമ്മളൊരു ഈറ പിടിച്ചാത്ത മനുഷ്യന്മാരാവണമല്ലോ, അങ്ങനെയല്ല നേരാവുള്ളൂ. അപ്പോൾ പുതിയാപ്പിളാർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മാതിരിയാകുക. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ രണ്ട് പ്രത്യേകതയാണ് നമ്മൾ പറയണത്. ഒന്ന്, ഈറ പിടിച്ചാത്ത ആളാണ്, ഇവർക്ക് ഈറയില്ല. ഞമ്മക്കോ ഈറ വരാതെ ഇരിക്കൂല, അങ്ങനെയാണ്. നമ്മൾ സ്പൂണ് വീണാൽ മതി അടുക്കളയിൽ യുദ്ധം ഉണ്ടാക്കും, പ്ലേറ്റാ വീണ വെച്ചാൽ യുദ്ധത്തുമ്മല യുദ്ധം ഉണ്ടാക്കും, അങ്ങനെയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന് ഈറ വരില്ല, ദേഷ്യം പിടിക്കില്ല. അതാണ് മഹാനവറുകളുടെ പ്രത്യേകത. രണ്ടാമത് ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരു പ്രത്യേകതയുണ്ട്, ദാനശീലനാകുന്നു എന്നതാണ്. വലിയ ധർമ്മിഷ്ഠനാണ്. തെങ്ങിൻ്റെ ചോട്ടൊക്കെയാണ് ഇരിക്കണത് അല്ലേ, തേങ്ങ കെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഒക്കെ നോയിക്കളി മേലക്ക് ഇട്ടാ, തലൻ്റെ മേലക്ക്. പ്രാർത്ഥിക്കുവാൻ പത്തതബുകൾ അറിയേണ്ടതാണ്, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. 10 നിബന്ധനയുണ്ട് ദ്വാരക്കാൻ എന്നാണ്. വിഷയം മാറുന്നുണ്ട്. 10 നിബന്ധന ദ്വാരക്കാണ്ട്. അതിലൊന്ന് സമയം നോക്കണം എന്നാണ്. മഴ പെയ്തിരിക്കും സമയം അതിലൊന്നാണ്. മഴ പെയ്യുന്ന സമയത്ത് ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട് എന്നാണ്. അപ്പം മഴ പെയ്താൽ നമ്മളപ്പോൾ തുറക്കും. കാറ്റ് പെട്ടതല്ല കേട്ടോ, മഴയാണ്. തങ്ങളെ നോയിക്കോടെ. ആ, മാലടാൻ കുറച്ച് വൈകിയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പം നോക്കിയെല്ലാവരും. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകത, വയലതിൻ്റെ ഇടയിൽ കൂടെ ശ്രദ്ധിക്കും. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകത സമാധാനപ്രിയനാണ്, ദേഷ്യം പിടിക്കാത്ത ആളാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ദാനശീലനായിരുന്നു എന്നതാണ്. ഈ ദാനശീലം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട, മനസ്സുണ്ടായാൽ മതി. ധർമ്മം കൊടുക്കണമെങ്കിൽ പൈസ ഉള്ളവർക്കേ നടക്കുള്ളൂ, അല്ലാത്തവർക്ക് നടക്കൂലല്ലോ. ദാനശീലം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കലല്ല, ദാനശീലം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. പിന്നെ തെങ്ങുംപട്ട ചതിക്കൂല എന്നൊക്കെയാണ് പറയല്. തല കാത്തോളി എല്ലാവരും. അപ്പോൾ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു മദീനത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്, മദീനക്കാരൊക്കെ മുസ്ലിങ്ങളായ ആളുകളൊക്കെ വെള്ളം കോരിക്കൊണ്ടുപോയിരുന്നത് ഒരു ജൂതന്റെ കിണറിൽ നിന്നായിരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ പ്രബോധനം എങ്ങനെ ശക്തിപ്പെട്ടപ്പോൾ ജൂതൻ കിണറ്റിൽ ആരും വെള്ളം കൊണ്ടുപോണ്ടായിരുന്നു. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിക്കെന്ന് പറഞ്ഞു. പള്ളിക്കെന്ന് പറഞ്ഞാൽ അന്ന് കൂടുന്ന സ്ഥലം, പള്ളി ഉണ്ടാക്കിയോ ഇല്ലയെന്ന് അറിയില്ല, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് വെച്ചിട്ട് പറഞ്ഞു, ആരത്തേലും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആ കിണറൊന്ന് വിലക്ക് വാങ്ങായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിണറിന്റെ ഉടമസ്ഥനെ കാണാൻ വേണ്ടി പോയി. നിങ്ങളെ കിണർ വിൽക്കണോ ചോദിച്ചു.
ആ വിൽക്കണം എന്ന് പറഞ്ഞു. എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ സാധാരണ തൊള്ളേ കൊള്ളാത്ത വിലയാണ്ട് പറഞ്ഞു. പറഞ്ഞ വിലക്ക് എടുത്തെടുത്തുങ്ങാണ്ട് കിണർ വാങ്ങിയിട്ട് വഖഫാക്കി. ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ വിവരം ഒന്ന് പറഞ്ഞിക്കാണെങ്കിൽ നമുക്കൊന്ന് ചവിട്ടി പിടിച്ചിട്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു സ്ഥലക്കച്ചവടക്കാരനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സ്ഥലക്കച്ചവടക്കാരനാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എന്ത് കച്ചവടാക്കാൻ പോവുക എന്നുള്ള വിവരം പറഞ്ഞിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ചവിട്ടി പിടിച്ചൊന്ന് നേരാക്കിയിട്ട്. അതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പൊ ഞാൻ ആ വില കൊടുത്തത് മൂപ്പര് അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നതിനാലാണ്. കുറച്ചുകൂടിയും കൂട്ടി പറഞ്ഞിക്കുകയാണെങ്കിൽ അപ്പ ആ പൈസയും കൊടുത്തിട്ട് വാങ്ങും എന്ന് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കാരണം ഞാനിത് കച്ചവടാക്കിയത് ദുന്യാവിൽ ലാഭം ഉണ്ടാക്കാനല്ല, അത് ആഖിറത്തേക്കാണ്. അതിന് എത്ര വില കൊടുത്താലും നഷ്ടാവൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഖഫുകൾ ഇങ്ങനെ നടന്നു. മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വിപുലീകരിക്കുന്ന സ്ഥലവും അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫാക്കിയതാണ്. മദീനത്തെ പള്ളി മാത്രമല്ല, മുറ്റം ഉൾപ്പെടെ ഒക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഖഫാണ്. യുദ്ധത്തിന് പോകാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ് പറഞ്ഞു, സഹാബ എല്ലാവരും യുദ്ധഫണ്ടിലേക്ക് ധാരാളമായി സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പുന്നാര നബിയേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം. രണ്ടാമതും നബി തങ്ങൾ വഅദ് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ വേറെയും തരാം. മറ്റൊരിക്കൽ നബി തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വഅദ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി 7000 ദിർഹംസ് കൊണ്ടുവന്ന് കൊടുത്തു. മുത്തുനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാനെ ഇനി വീട്ടിൽ എന്താ ഉള്ളത്? അതിൽ പറഞ്ഞു, ഇത്രയും കൂടി ഉണ്ട് പറഞ്ഞു, 7000 പെരയിലുണ്ട് പറഞ്ഞു. അതിൽ തോരുന്ന പടച്ചോനെ, ഉസ്മാന് ചെലവാക്കിയതിലും വീട്ടിൽ വെച്ചതിലും നീ ബറക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഉംറക്ക് ചെന്നപ്പോൾ മദീനയിൽ ഞാനിങ്ങനെ സമയമുണ്ടായപ്പോൾ ഒരു ടാക്സിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പം 3 വലിയ ബിൽഡിങ്ങുകൾ കണ്ടു, ചുവന്ന പെയിന്റ് അടിച്ചത്. കൂടെ ഉണ്ടായിരുന്ന അസ്ലമിനോട് ചോദിച്ചു, അസ്ലമേ, ഈ ബിൽഡിങ്, അപ്പൊ ചോദിക്കാൻ കാരണമുണ്ട്, ആ ബിൽഡിങ്ങുമേ ഹാദാ വഖഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ലിൽ മുസ്ലിമീൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്തതാണ്. വലിയ വാർപ്പിന്റെ 3 ബിൽഡിംഗാണ് റോഡ് സൈഡിൽ, ഷോപ്പിംഗ് മാള്. എന്തായാലും ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്യുന്ന കാലത്ത് അങ്ങനത്തെ ഒരു ടെറസ് ബിൽഡിങ്, കോൺക്രീറ്റ് ബിൽഡിങ് ഏതായാലും ഉണ്ടാവില്ല. അപ്പൊ അസ്ലമാണ് കൂടെ ഉള്ളത്. അസ്ലമിനോട് ചോദിച്ചു, എന്താ സംഭവം? അപ്പോൾ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നതൊരു വലിയ ഈത്തപ്പനത്തോട്ടമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പനത്തോട്ടം മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വഖഫ് ചെയ്തതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഈത്തപ്പന മരങ്ങൾ മുറിഞ്ഞു വീഴാൻ തുടങ്ങി. 150 വർഷമാണ് അത്ര ഈത്തപ്പന മരങ്ങൾ പരമാവധി പോവുക. അപ്പൊ 150 കഴിഞ്ഞിട്ട് 1500 കൊല്ലമായല്ലോ. അപ്പൊ ഈത്തപ്പനൊക്കെ പോയി, മരുഭൂമിയായി. കുറെ കാലം കഴിഞ്ഞ് സൗദി ഗവൺമെന്റ് അവിടെ 3 ബിൽഡിംഗ് ഉണ്ടാക്കി, വാടകയ്ക്ക് കൊടുത്തു. അതിൻ്റെ പൈസ സൗദിയിലെ നാഷണൽ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും അതിൽ നിന്ന് ലോക മുസ്ലിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത്ഭുതകരമായൊരു സംഭവം. അവിടെ ഇപ്പോഴും സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നും അതിൽക്കാണ് പൈസ പോണത് എന്നുമാണ്. അതിലേറെ അത്ഭുതം, ആ ബിൽഡിങ്ങിന്റെ ആധാരം എപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, മൂപ്പർക്ക് ഇപ്പം എന്താ കൊടുത്തൂടെ? ഹൈവേന്റെ വക്കത്ത് മൂപ്പർക്ക് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും, പുതിയ ഹൈവേ വന്നപ്പോൾ നല്ല കായിട്ടിട്ടുണ്ടാവും എന്ന്. അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനക്കാരനല്ല, മക്കക്കാരനാണ്. മുഹാജിറാണ്, അൻസാരിയല്ല. മക്കത്തുനിന്ന് 2 കൈയും വീശിയിട്ട് മദീനത്തേക്ക് വന്നതാണ്. എന്നിട്ടാണ് ഈ കൊടുക്കണേ. എന്തേ കൊടുക്കാണ്ടായി? കൊടുക്കാനുള്ള മനസ്സുണ്ടായി, അപ്പോൾ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി. ഇതാണ് ഉത്തരം. കൊടുക്കാനുള്ള മനസ്സുണ്ടോ, കൊടുക്കാനുള്ള പൈസ ഉണ്ട്. കൊടുക്കാനുള്ള മനസ്സില്ലേ, കീശയ്ക്ക് ഇങ്ങനെ നോക്കുക എന്നല്ലാതെ ഒരു പൈസയും കൊടുക്കാൻ പറ്റിയത് ഉണ്ടാവില്ല.
കൊടുക്കാനേച്ചിട്ട് നൂലുമ്മ ആകാശത്ത് നിന്ന് ഇറങ്ങുമൊന്നുമില്ല, ഉള്ളേന്ന് കൊടുക്കലാണ്. പക്ഷെ അത് ആ മനസ്സിലുള്ളവർക്കേ കയ്യുള്ളൂ. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ ഗുണം. ഈ 2 ഗുണമാണ് ഭർത്താക്കന്മാർക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടികൾക്ക് പുതിയാപ്പളിനെ ഒരു ഫാത്തിഹ എല്ലാവരും ഓതി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. മജ്ലിസ് നൂറിന്റെ ദുആ നടത്താം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ്. ആമീൻ പറയട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിനെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കണേ അല്ലാഹ്. ഈ മഹത്തായ പരിപാടിയിലേക്ക് ഇന്നലെയുമൊക്കെയായി ഇന്നുമൊക്കെയായി ചെറുതും വലുതുമായ ധാരാളം സംഭാവനകൾ നൽകിയവരുണ്ട്. എല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട ധാരാളം ആണുപെണ്ണുങ്ങളുണ്ട്. എല്ലാവരുടെയും എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാഹ്. മാലിലും മൗലാദിലും അസ്വാജിലും ബുയൂത്തിലും ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മജ്ലിസുൻ നൂറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുക്കള്, ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവർ എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഖൈറിന്റെ അഹ്ലുകാരിൽ, സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ചേർത്തനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചോനെ, സിഹത്തിന്റെയും സലാമത്തിന്റെയും ആഫിയത്തിന്റെയും വാതില് ഞങ്ങളെല്ലാവർക്കും നീ തുറന്നു തരണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ബദരീങ്ങളുടെ മദദ് ഫൈളാനുള്ള ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി ഞങ്ങളുടെ ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പള്ളി, മദ്രസ, ദീനീ സംരംഭങ്ങളെ ചെറുതും വലുതുമായ നിലയിൽ സഹായിക്കുന്നവരെ അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാഹ്. മക്കളെ, എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയും. മഴ പെയ്യണ നേരത്ത് ദുആക്ക് ഇജാബത്തുണ്ട് എന്നുള്ള നിലയിലാണ് ഈ സമയം ദ്വാരക്കാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാവരും ആമീൻ പറയുക. ഒരുപാട് പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ടല്ലോ. അല്ലാഹുവേ, വീട് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഖൽബിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. സഹോദരിമാർ ധാരാളം ഒരുമിച്ച് കൂടിയ സദസ്സാണ്. മനസ്സിന്റെ ഉദ്ദേശങ്ങളെ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. വിധവകൾക്ക് സബർ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. പടച്ചോനെ, ആണും പെണ്ണുമായ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും അവരെയും ഞങ്ങളെയും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഖാലിഖായ റബ്ബേ, ഞങ്ങൾ ഒരുപാട് മുറാദുകൾ ഖൽബിലുള്ളവരാണ്. എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാഹ്. പ്രായമുള്ള ധാരാളം സഹോദരങ്ങളുള്ള സദസ്സാണ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ചെറുപ്പക്കാര് ധാരാളമുണ്ട്, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. കുട്ടികളുള്ള സദസ്സാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിച്ചവർക്ക് അല്ലാഹുവേ വലിയ കൂലി നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഖൽബിന്റെ എല്ലാ കൊതികളെയും വീട്ടിത്തരണേ അല്ലാഹ്.
എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കണേ അല്ലാ. ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സ്ഥലം സൗകര്യം ചെയ്തു തന്നവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ലൈറ്റും ശബ്ദവും ക്യാമറയും എല്ലാം ഏർപ്പാട് ചെയ്തവർക്ക് പടച്ചോനെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഭക്ഷണവും അതുപോലെ വെള്ളം, പായസം തുടങ്ങിയ സംഭവങ്ങളൊക്കെ വിതരണം ചെയ്തിട്ടുള്ളവർക്ക് അല്ലാഹുവേ നീ ഖൈറു നൽകണേ അല്ലാ. സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ. ചെറിയ കുട്ടികൾ ധാരാളമുണ്ട്, ദീർഘായുസ് നൽകണേ അല്ലാ. എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാ. ബദരീങ്ങളുടെ മദദ് ഫൈദാനിലെ ഞങ്ങളിലേക്ക് നീ വർഷിപ്പിക്കണേ അല്ലാ. അടച്ചോനെ ഞങ്ങളുടെ പള്ളിയെയും മദ്രസയെയും സഹായിക്കണേ അല്ലാ. ദീനീ സംരംഭങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിന്റെ അഹ്ലുകാരിൽ ചേർത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ദുനൂബനാ യാ ഗാഫിറൽ മുദ്നിബീന ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൗകര്യപ്രദമായ സ്ഥലത്തേക്കൊക്കെ മാറി നിൽക്കുക. ഇൻഷാ അല്ലാഹ് പറ്റ ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് നിർത്താം, അതുവരെ വയലു പറയാം ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രണ്ട് പ്രത്യേകതകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കുറച്ച് ആൾക്കാർക്ക് സ്റ്റേജ് മേൽ കേട്ടോ, വയസ്സുള്ളവരും ഒക്കെ കൂടിയും പ്രായമുള്ളവരും കാരണന്മാർ, അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് കയറിക്കോളി. ഇതിൻ്റെ മേലെ തർപ്പായ ഉണ്ടോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ മെച്ചൊന്നും ഉണ്ടാവില്ല. തർപ്പായ ഉണ്ടല്ലേ? സ്റ്റേജിൽ ഇരിക്കുമ്പോഴുള്ള നിയമം ബാക്കിലേക്ക് അടുപ്പിച്ചിരിക്കരുത് എന്നുള്ളതാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നാക്കം പറയും. സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കാണ്ട്. ഈ സ്റ്റേജ് കെട്ടുന്ന ആൾക്കാർ ചിലപ്പോഴേ തൽക്കാലം ബെഞ്ചൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് മഴ പെയ്താൽ അതിന്റെ കാലാണ് പോയാലിട്ടും. അപ്പോ ഇൻഷാ അല്ലാഹ്, അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതയൊക്കെയാണ് ഒരു മനുഷ്യനുണ്ടാവേണ്ട വലിയ പ്രത്യേകത. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇനിയൊരു മോളും കൂടി ഉണ്ടെങ്കിൽ അത് കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ മക്കൾ ഉണ്ടായിട്ടില്ല. ഒരു മോളുണ്ടായിരുന്നത് അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുമ്പോൾ ആകെ ജീവിച്ചിരിപ്പുള്ളത് ഒരു മോള് മാത്രമാണ്, ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ. ബാക്കിയുള്ള മക്കളൊക്കെ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എല്ലാം പഠിക്കണം എന്നതുപോലെ കുടുംബജീവിതവും പഠിക്കണം. കുടുംബജീവിതത്തിന് ചില പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളുണ്ട്. അത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, വിവാഹം, കുടുംബജീവിതം എന്ന് പറയുന്നത് ദുനിയാവിലേക്കുള്ളതല്ല, അത് ആഖിറത്തിലേക്കുള്ളതാണ് എന്നതാണ്. വിവാഹം ഇസ്ലാമില് പുണ്യമായ കർമ്മമാണ്. സുന്നത്താണ് 1, 3 ഹലാലാണ്, 5 ഹറാമുമാണ്. 4 സുന്നത്തല്ല കേട്ടോ, അത് വിചാരിച്ചാൽ ഇരിക്കണ്ട. സുന്നത്ത് 1 നിക്കാഹേ, സുന്നത്ത് 1 3 ഹലാല്, അപ്പം മൊത്തം 4 ആവും. 5 ഹറാമും. അങ്ങനെ സുന്നത്തല്ലേ എന്ന് വിചാരിച്ചാണ്ട് വേണേം കെട്ടിക്കോളി, ഒരു സുന്നത്താന്ന് കെട്ടിയിട്ട് 2ാമത്തെ കെട്ടാൻ പോണ്ടെന്നാ ഞാൻ പറഞ്ഞത്. സുന്നത്ത് 1 എവിടെ ഉണ്ട്? തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് സുന്നത്ത് 1. 3 ഹലാലുമാണ്. അങ്ങനെ 4. 5ാമത്തേത് ഇസ്ലാമിക നിയമപ്രകാരം ഹറാമുമാകും. ഒരാൾ മാത്രമാണ് അതിൽ നിന്ന് ഒഴിവുള്ളത്, അഷ്റഫുൽ ഖൽഖായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അത് മിൻ ഖസാഇസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് 4നേക്കാൾ കൂടുതലുള്ള വിവാഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പ്രത്യേകത മാത്രമൊന്നുമല്ല, വേറെയും പ്രത്യേകത ഉണ്ട്. അത് മാത്രമുള്ള പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ സംശയം തീരൂല. നബി തങ്ങൾക്ക് ത്വലാഖ് ചൊല്ലാൻ പാടില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഒരിക്കൽ. അങ്ങനെ വിവാഹമോചനത്തിന് ഒരുങ്ങി
അപ്പോൾ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ തലാഖ് നിങ്ങൾക്ക് പറ്റൂല. നബി തങ്ങൾക്ക് തലാഖെല്ലാം പറ്റൂല, കല്യാണം കഴിച്ചാലും മരണം വരെ കൊണ്ടെടുക്കാം, വേറെ വിവാഹമോചനം നടത്താൻ പാടില്ല. ഈ നിയമം വരുന്നതിന്റെ മുമ്പ് ഒരു ഭാര്യയെ തലാഖ് ചൊല്ലിയിട്ടുണ്ട്. തലാഖ് ചെല്ലാൻ പാടില്ല എന്ന നിയമം വരുന്നതിന്റെ മുമ്പ് മദീനയിൽ വന്ന ഉടനെ ഒരു ഭാര്യയെ തലാഖ് ചൊല്ലിയിട്ടുണ്ട്. എന്നതൊഴിച്ചാൽ നബി തങ്ങൾ ആരെയും തലാഖ് ചൊല്ലിയിട്ടില്ല. ഇനി അത് മാത്രമല്ല നബി തങ്ങളുടെ പ്രത്യേകത കേട്ടോ. നമ്മൾ മരിച്ചാല് വല്ല 30 സെന്റോ 10 സെന്റോ 15 സെന്റോ സ്ഥലം ഉണ്ടെങ്കിലും മക്കൾക്ക് ഒരേക്കാലോ 5 സെന്റ് 5 സെന്റ് 3 സെന്റ് ഒക്കെ ആയിട്ട് ഒരേക്കാം. നബി തങ്ങളുടെ സ്വത്തിൽ അനന്തരമില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന സ്വത്ത് ബൈത്തുൽ മാൽ എന്ന പൊതു ഖജനാവിലേക്ക് അടച്ചു. ഫാത്തിമ ബീവിക്ക് ഓഹരിയില്ല. നബി തങ്ങളുടെ സ്വത്തിൽ ഓഹരിയില്ല. അത് നബി തങ്ങളുടെ ഖസായിസാണ്, പ്രത്യേകതയാണ്. ഇനിയും പ്രത്യേകത ഉണ്ട്. യുദ്ധത്തിന് പോകുകയാണെന്ന് വിചാരിക്കുക. യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നിയാൽ യുദ്ധത്തിൽ നിന്ന് എല്ലാവർക്കും പിന്തിരിഞ്ഞു പോരാം. പരാജയപ്പെടുന്ന യുദ്ധത്തിന് പോകേണ്ടയില്ല, നിർബന്ധമില്ല, പോരാം. അതേ സമയത്ത് നബി തങ്ങൾക്ക് പോരാൻ പാടില്ല. അതാണ് ഉഹുദ് യുദ്ധത്തിലുണ്ടായത്. ഉഹുദ് യുദ്ധത്തിന്റെ ആദ്യഘട്ടം പരാജയമാണല്ലോ. എല്ലാവരും പിന്തിരിഞ്ഞു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുതിരപ്പുറത്ത് ചാടിക്കയറി മുന്നോട്ട് പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. ഇങ്ങനെ പ്രത്യേകത ഉണ്ട്. നമുക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്താണല്ലോ. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇശാഇന്റെ സുന്നത്തും കഴിഞ്ഞ് ഒന്നുറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഉണർന്നാ നിസ്കാരാണ് തഹജ്ജുദ് നിസ്കാരം. നമുക്ക് സുന്നത്താണ്. നബി തങ്ങൾക്ക് നിർബന്ധമാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല. അതോ ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന്റെ മുമ്പ് നബി തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫർദ് നിസ്കാരം പിന്നെയാണ്. ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് യാ അയ്യുഹൽ മുദ്ദസ്സിറാണ്. പിന്നെ ഇറങ്ങിയ സൂറത്ത് യാ അയ്യുഹൽ മുസമ്മിലാണ്. അതിൽ തഹജ്ജുദ് നിസ്കാരം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഫർദ് നിസ്കാരം നിർബന്ധമായിട്ടില്ല. അപ്പൊ നബി തങ്ങൾക്ക് ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാക്കിയിരുന്നു. തഹജ്ജുദ് നബിക്ക് സുന്നത്തല്ല, നമ്മക്ക് സുന്നത്താണ്, നബി തങ്ങൾക്ക് നിർബന്ധമാണ്. ഇങ്ങനെ നബിന്റെ എല്ലാ പ്രത്യേകതയും പഠിച്ചാല് അങ്ങനെയാണെങ്കിൽ എന്നാ കുഴപ്പമില്ല എന്ന് നമ്മൾ തന്നെ പറയും. ഇത് നബി തങ്ങളുടെ 9 പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് മാത്രം പഠിക്കുമ്പോ നമ്മക്കും തോന്നും വല്ലാത്തൊരു സംഭവമായല്ലോ. മിൻ ഖസായിസിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് നബി തങ്ങളുടെ 11 വിവാഹം. അതിൽ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ നേരത്തെ മരണപ്പെട്ടു. ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തി. 9 ഭാര്യമാർ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവരുമായുള്ള ജീവിതത്തെക്കുറിച്ച് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് 20 വർഷത്തിന്റെ ശേഷമാണ്. മഴ പെയ്താലും ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ. അതായത് ആയിഷ ബീവിനോട് സഹാബത്ത് ചോദിക്കാണ്, നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അപ്പോൾ ആയിഷ ബീവി പറയുന്നു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. എത്ര കൊല്ലം കഴിഞ്ഞിട്ടെന്നറിയോ? നബി തങ്ങൾ വഫാത്തായിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇനി നമ്മളതിന്റെ സ്ഥാനത്തും സങ്കല്പിച്ചു നോക്കാണ്. അള്ളാഹു നമ്മക്കൊക്കെ ദീർഘായുസ് തരട്ടെ. എങ്ങാനും മരണപ്പെട്ടിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഭാര്യനോട് എങ്ങനെ ഉണ്ടായിരുന്നു മൂപ്പരും ചോദിച്ച എന്തേക്കാര അഭിപ്രായം? നബി തങ്ങളുടെ 9 ഭാര്യമാര് നബി തങ്ങൾ വഫാത്താവുമ്പോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് 9 സർട്ടിഫിക്കറ്റ് ആണ് സ്വഭാവത്തിന്റെ. നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ ഞാൻ പറഞ്ഞത്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പെരുമാറിയ ആൾ ആരെന്നെ ഉണ്ടാവുള്ളൂ? മുഹമ്മദ് നബി ഉണ്ടാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ നല്ല സ്വഭാവത്തിൽ വേറെ ആൾക്ക് പെരുമാറാൻ കഴിയൂലല്ലോ. അതതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ പറഞ്ഞില്ല. പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വഭാവത്താൽ ഏറ്റവും നന്നായി പെരുമാറിയ ആളെ നീ അവിടെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ അതേ ഭർത്താവാണ് സ്വർഗത്തിൽ, ഇവിടുത്തെ അതേ ഭാര്യയുമാണ്. പക്ഷേ ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളും തീർക്കും. ദുനിയാവിൽ സ്വർഗത്തിൽ ആരും ദുസ്വഭാവികൾ ഉണ്ടാവില്ല, എല്ലാവർക്കും സൽസ്വഭാവമാണ്. എല്ലാവരും നല്ലവർക്ക് ചിരിച്ചു വർത്താനം പറഞ്ഞ് ഈറിയും പോരും ഗീബത്തും നമീമത്തും ഒന്നുമില്ല.
പിന്നെ വേണ്ട. പിന്നെയുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സ്വർഗത്തില് കൂടുന്ന ഭംഗിയാണ്, കുറയുന്ന ഭംഗിയല്ല. ദുന്യാവില് 18 വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ 20 വയസ്സിൽ അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല. 25 പിന്നെയും കുറയും, 30 പിന്നെയും കുറയും, 40 പറ്റ കുറയും, 50 പിന്നെ പറയണ്ടല്ലോ, 60 പിന്നെ പറയാതിരിക്കാനുള്ള നല്ലത്. അങ്ങനെ കുറയാണ് ചെയ്യാ. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെയല്ല, സ്വർഗത്തിൽ കൂടുകയ്യ. ദുനിയാവിൽ കുറയുന്ന ഭംഗിയാണ്, ആഖിറത്തിൽ സ്വർഗത്തിൽ കൂടുന്ന ഭംഗിയാണ്. ഇന്നലത്തേക്കാൾ ഭംഗി ഇന്നുണ്ടായിരിക്കും. അങ്ങനെ കൂടിക്കൂടി വരുന്ന ഭംഗിയാണ് അവിടെ ഉണ്ടായിരിക്കുക എന്നതാണ് പ്രത്യേകത. അവ ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവുമാണ്. കുടുംബജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സവാബ് പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിലാണ്. കുടുംബജീവിതത്തിലുള്ള ഓരോ കാര്യവും കുറേ ഹദീസ് ഞാൻ പറയാം. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു, അവന് അതിലൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിൻ്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ പെണ്ണിന് 100 ഷഹീദിന്റെ കൂലി ഏടിൽ എഴുതി വെക്കുമെന്നാണ്. ഒരു ഷഹീദ് എന്നൊക്കെ പറഞ്ഞാല് സയ്യിദു ശുഹദാഇ എന്ന പേരിൽ അറിയപ്പെട്ട ആള് ഹംസത്തുൽ കറാറാണ് റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് വഹ്ശി എന്ന പേരായ ഒരാള് പിന്നിൽ നിന്ന് ചാട്ടുളി ഉറിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു വീണപ്പോൾ ഓടിച്ചെന്ന് നെഞ്ചത്ത് കയറിയിരുന്ന് നെഞ്ച് കുത്തിക്കീറി അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് കരള് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് വായയിലിട്ട് ചവച്ചു തുപ്പിയിട്ടാണ് വഫാത്തായത് ഹംസ റളിയല്ലാഹു അൻഹു. ഉഹുദിൽ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ. ഹംസ റളിയല്ലാഹു അൻഹുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ്. ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഹംസന്റെ കൂലിയാണ്, 100 ഷഹീദിന്റെ കൂലിയാണ്. അതാണ് സംഗതി. ഒരു പെണ്ണ്, പക്ഷെ ഒരു നിബന്ധന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിവാഹം ചെയ്തതായിരിക്കണം എന്നതാണ് നിബന്ധന. അങ്ങനെ ഇതിലെ ഓരോ കാര്യങ്ങൾക്കും ഒരിക്കൽ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം കളിച്ചാൽ അള്ളാഹു കൂലി നൽകുമോ എന്ന് ചോദിച്ചു. വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ ഓളൊപ്പം അങ്ങനെ കളിച്ചു, അതിന് കൂലി ഇട്ടു ചോദിച്ചു. അതിൽ പറഞ്ഞു നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഉരുളക്ക് പോലും അള്ളാഹു നിനക്ക് കൂലി നൽകുന്നതാണ് എന്ന് പറഞ്ഞു. സ്ട്രോങ് ആണല്ലേ ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ നമ്മൾ നിർത്തിയപ്പം മഴയാണ് നിൽക്കും, അപ്പോൾ ഒരു സങ്കടമാവും. അതാ ഞാൻ അങ്ങനെ കൊണ്ടുപോയി വെക്കണത്. പക്ഷെ പോകും തോന്നണില്ല, കാരണം രാത്രിയല്ലേ. പകലിലാണെങ്കിൽ നിൽക്കുന്ന പ്രതീക്ഷ ഉണ്ട്, രാത്രിയാവുമ്പോൾ അങ്ങനെ പെയ്യാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും അള്ളാഹു ഖൈറിലാക്കി തരട്ടെ, നല്ല കുടുംബജീവിതമൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ألف بين قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. എല്ലാവരും ചൊല്ലി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ അക്രമൽ ഖൽഖി മാ ലഹു സബ്റൻ മതാ തദുഹുൽ അഹ്വാലു യൻഹസിമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വൽ ആലി വസ്സഹബി സുമ്മ താബിഈന ലഹും
أهل التقى والنقاء والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في الناشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മുഅ്മിനീങ്ങളെ, വിഷമമൊന്നും വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് കാണാം, സംസാരിക്കാം. ഞാൻ ഇപ്പം നിർത്തിയാൽ കുട ഉണ്ടാവില്ല, പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിർത്തിയല്ലാതെ രക്ഷയില്ല. അതാണിപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം. എന്തായാലും മഴ കുറയാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാം. നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.